PC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കും എല്ലാ PSC പരീക്ഷകൾക്കും HSC ആയിക്കോട്ടെ, LGS പരീക്ഷ ആയിക്കോട്ടെ, വേറെ 10th പ്രിലിംസ് ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന LP UP ആയിക്കോട്ടെ, അങ്ങനെ ഏത് PSC നടത്തിയ പരീക്ഷയിലും പുതിയതായിട്ട് മാറിയ ഒരു ട്രെൻഡ് ഉണ്ട്. പുതിയതായിട്ട് മാറിയ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ട്രെൻഡ് ഉണ്ട്. വേറെ ഒന്നുമല്ലാതെ SCRT പാഠപുസ്തകങ്ങളിലെ കോട്ടുകൾ ആര് ചോദിച്ചു, അല്ലെങ്കിൽ ഇന്ന കോട്ട് ഏത് ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ ഇത് ആരാണ് പറഞ്ഞത് എന്ന് പറയുന്ന ഒന്നോ രണ്ടോ ചോദ്യമെങ്കിലും ഇപ്പൊ ഒട്ടുമിക്ക PSC പരീക്ഷയിൽ ഏതൊരു PSC പരീക്ഷ നടത്തിയാലും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ കോട്ടുകളെല്ലാം എവിടെ നിന്നാണ് PSC എടുക്കുന്നത്? SCRT പാഠപുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കോട്ടുകളെല്ലാം PSC കണ്ടുപിടിക്കുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഒരുപാട് തപ്പിത്തടഞ്ഞാണ്, ഒരുപാട് മണിക്കൂറുകൾ കഷ്ടപ്പെട്ടാണ് ഈ കോട്ടുകളൊക്കെ പഴയ പുതിയ SCRT നിന്നും പഴയ പുതിയ SCRT നിന്നും ഒക്കെ ആയിട്ട് തപ്പി പിടിച്ചെടുത്തേക്കുന്നുണ്ട്. ഒത്തിരി മണിക്കൂറുകളുടെ എഫേർട്ട് ഈ ഒരു വീഡിയോയുടെ പുറകിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ ഈ കോട്ടുകൾ SCRTയുടെ പഴയ SCRTയുടെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള മുഴുവൻ SCRT പാഠപുസ്തകത്തിന്റെയും ചോദിച്ചിട്ടുള്ള മുഴുവൻ കോട്ടുകളും പാഠപുസ്തകത്തിലുള്ള കോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കോട്ടുകൾ എല്ലാവരും പഠിക്കുക. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യം നിങ്ങൾ ഏത് പരീക്ഷയാണ് ഇനി അടുത്ത് എഴുതാൻ പോകുന്നത് അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും. ആ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് വൃത്തിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മൗനികൾക്ക് വൃത്തിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ വരികളാണ്. യുദ്ധം ആരംഭിക്കുന്ന മുമ്പ് തന്നെ വിപ്ലവം നടപ്പാക്കി കഴിഞ്ഞു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. ജോൺ ആദംസ്. യുദ്ധം ആരംഭിക്കുന്ന മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. ആരുടെ വാക്കുകളാണ്? ജോൺ ആദംസിന്റെ വാക്കുകളാണ്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ആരുടെ വാക്കുകളാ? ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട് എന്ന വൻകരയെ വടക്കേ അമേരിക്കയെ ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിന്റെ വാക്കുകളാണ് കേട്ടോ. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകരയെ, അതായത് വടക്കേ അമേരിക്കയെ ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ആരുടെ വാക്കുകളാ? തോമസ് പെയിന്റെ വാക്കുകളാണ്. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവത്തിന് നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ആരുടെ വാക്കുകൾ? ലൂയി 14 വാക്കുകളാണ് കേട്ടോ. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ എല്ലാ അധികാരങ്ങളും ദൈവത്തിന് നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ആരുടെ വാക്കുകളാ? ലൂയി 14 വാക്കുകളാണ്. എനിക്ക് ശേഷം പ്രളയം. ആരുടെ വാക്കുകളാ? ലൂയി 15 വാക്കുകളാണ്. എനിക്ക് ശേഷം പ്രളയം. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ. മേരി ആന്റിനോയിറ്റ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് തിന്നുകൂടെ. ആരുടെ വാക്കുകളാ? മേരി ആന്റിനോയിറ്റിന്റെ വാക്കുകളാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകളാ? മുസോളിനിയുടെ വാക്കുകളാണ് കേട്ടോ. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകളാണ്? മുസോളിനിയുടെ വാക്കുകളാണ്. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകാരോടൊത്തായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റുകാരനല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകാരോടൊത്തായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റുകാരനല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. പാസ്റ്റർ മാർട്ടിൻ നിമോയിലറിന്റെ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. എൻ ഗ്ലാഡ്നറിന്റെ പാശ്ചാത്യചിന്തകന്റെ വാക്കുകളാണ്. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെ സജീവമായി ഇടപെടാനാണ്. ഇങ്ങനെ പറയുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായി ഞാൻ വന്നിരിക്കുന്നു. ഒലിവിലകൾ എന്റെ കൈകളിൽ നിന്നും നഷ്ടമാകാതിരിക്കട്ടെ. യാസർ അറാഫത്തിന്റെ വാക്കുകളാണ് കേട്ടോ. അദ്ദേഹം 1974 UN അസംബ്ലിയിൽ പ്രസംഗിച്ച വാക്കുകളാണ്. ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായി ഞാൻ വന്നിരിക്കുന്നു. ഒലിവിലകൾ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ. ആരുടെ വാക്കുകളാണിത്? യാസർ അറാഫത്തിന്റെ 1974 UN അസംബ്ലി പ്രസംഗത്തിൽ നിന്നുള്ള വരികളാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനെയും നിസ്സഹായനുമായ ഒരു മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പാവപ്പെട്ടവൻ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. മഹാത്മാഗാന്ധി.
നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കാൻ മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായകമാകുന്നു സ്വയം ചോദിക്കുക. ആരുടെ വാക്കുകളാ? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു തുള്ളി നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. DG ഡെണ്ടുൽക്കറിന്റെ വാക്കുകളാണ് കേട്ടോ. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു തുള്ളി നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. DG ഡെണ്ടുൽക്കറിന്റെ വാക്കുകളാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ആരുടെ വാക്കുകളാ? DH ബേബറിന്റെ വാക്കുകളാണ് കേട്ടോ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. DH ബേബറിന്റെ വാക്കുകളാണ്. കർഷകരോടൊപ്പമുള്ള ഒരു ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവുമായ അക്രമവുമായി ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ നിന്നും നിരക്ഷമായി ഗോത്ര ജനത നടത്തിയത്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളുടെയും തീവ്രവും നിരന്തരവുമായ ആക്രമണസുലമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുമായിരുന്നു നിരക്ഷരായ ഗോത്ര ജനത നടത്തിയത്. K സുരേഷ് സിംഗിന്റെ വാക്കുകളാണ്. അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലെ ദുരന്തം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരന്തം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. വില്യം ബെന്റിക് പ്രഭുവിന്റെ വാക്കുകളാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെ വാക്കുകളാ? മെക്കളെ പ്രഭുവിന്റെ വാക്കുകളാണ് കേട്ടോ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. മെക്കളെ പ്രഭുവിന്റെ വാക്കുകളാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. രാജാറാം മോഹൻ റോയിയുടെ വാക്കുകളാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാ? രാജാറാം മോഹൻ റോയിയുടെ വാക്കുകളാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടി ഞങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ട് നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ ഞങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. ആരുടെ വാക്കുകളാ? കേശവ് ചന്ദ്ര സെന്നിന്റെ വാക്കുകളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആരുടെ വാക്കുകളാ? വീരേശലിംഗത്തിന്റെ വാക്കുകൾ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആരുടെ വാക്കുകളാ അത്? വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്. അവരെന്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ, എന്നെ തടവിലാക്കട്ടെ, പക്ഷെ എന്റെ ആശയങ്ങൾക്ക് വിലങ്ങു തീർക്കാൻ അവർക്കാവില്ല. അവരെന്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ, എന്നെ തടവിലാക്കട്ടെ, പക്ഷെ എന്റെ ആശയങ്ങൾക്ക് വിലങ്ങു തീർക്കാൻ അവർക്കാവില്ല. ബ്രിജ് നാരായണന്റെ വാക്കുകളാണ് കേട്ടോ. അടുത്ത്, ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിൽ ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടർന്ന് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. അപ്പോൾ ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കില്ല. ആരുടെ വാക്കുകളാ? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് അല്ലെ. അടുത്തത്, പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന് കാഹളം പുറപ്പെടുവിക്കുന്ന ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞു മറ്റൊന്നുമില്ല. പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന് കാഹളം പുറപ്പെടുവിക്കുന്ന ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞു മറ്റൊന്നുമില്ല. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ വാഞ്ചിയേർ ആത്മഹത്യ ചെയ്തു. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന രാജ്യത്തെ ഗാഠനിദ്രയിൽ ഉണർത്തി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മാഡം ഗാമ വന്ദേമാതരം എന്ന പ്രസിദ്ധീകരണത്തില് മാഡം ഭിക്കാജി ഗാമ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തിനെ കുറിച്ച്, അനുസ്മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകൾ അടിമത്തത്തിലായിരുന്ന രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്ന് ഉണർത്തി. മാഡം ഗാമയുടെ വന്ദേമാതരത്തെ പ്രസിദ്ധീകരണത്തിലെ വാക്കുകളാണ്. എന്റെ ദൈവം കല്ലും മരവുമല്ല, എന്റെ രാജാവ് അഴിമതിക്കാരനുമല്ല, രാജസേവകന്മാരുമല്ല. ആരുടെ വാക്കുകളാ? രാമകൃഷ്ണ പിള്ളയുടെ വാക്കുകളാണ്. എന്റെ ദൈവം കല്ലും മരവുമല്ല, എന്റെ രാജാവ് അഴിമതിക്കാരനും രാജസേവകരുമല്ല. രാമകൃഷ്ണ പിള്ളയുടെ വാക്കുകളാണ്. ഒരു രാഷ്ട്രത്തിന് നിയമനിർമ്മാണ നടപടികളിൽ നീതി നിർവഹണത്തിന് പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തെ പൗരൻ എന്ന് വിളിക്കാം. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിന് പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിന് പൗരൻ എന്ന് വിളിക്കാം. ആരുടെ വാക്കുകളാ? അരിസ്റ്റോട്ടിലിന്റെ വാക്കുകളാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാ? DS കോത്താരിയുടെ വാക്കുകളാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഡോക്ടർ DS കോത്താരിയുടെ വാക്കുകളാണ്.
രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. അരിസ്റ്റോട്ടലിന്റെ വാക്കുകളാണ് കേട്ടോ. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. ആരുടെ വാക്കുകളാ? അരിസ്റ്റോട്ടലിന്റെ വാക്കുകളാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന് പരിണതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന് പരിണതഫലം എന്താ? നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നാണ്. പ്ലേറ്റോയുടെ വാക്കുകളാണ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഗവൺമെന്റ് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിന് അധിഷ്ഠിതമായതല്ല പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പം അധിഷ്ഠിതം മാത്രം മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ജവഹർലാൽ നെഹ്റു. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിന് അധിഷ്ഠിതമായും അല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിന് അധിഷ്ഠിതമായും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതും ആണ്. ഒരു ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായി പരിഹാരം കാണുന്നുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ആരുടെ വാക്കുകളാ? ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്താണ്? ഇത് ഇന്ത്യയുടെ ഭരണഘടന ഹൃദയവും ആത്മാവുമാണ്. അവരുടെ വാക്കുകളാണ്. ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. മലബാറിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിച്ചിരുന്നെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല. അൽ ബറൂണിയുടെ വാക്കുകളാണ് കേട്ടോ. മലബാറിൽ, അതായത് കേരളത്തിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിച്ചിരുന്നെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല. ആരുടെ വാക്കുകളാണ്? അൽ ബറൂനിയുടെ വാക്കുകളാണ്. മുസ്ലിങ്ങളിൽ സാമൂതിരിയുടെ സമ്മതത്തോടുകൂടി വലിയ പള്ളികൾ കോഴിക്കോട് പണിയിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികൾ ഗാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുമുള്ളത് സാമൂതിരിയാണ്. അതാണ് അബ്ദുൾ റസാഖിന്റെ വാക്കുകളാണ് കേട്ടോ. മുസ്ലിങ്ങളുടെ സാമൂതിരിയുടെ സമ്മതത്തോടെ വലിയ പള്ളികൾ കോഴിക്കോട് പണിയിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികൾ ഗാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുള്ളത് സാമൂതിരിയാണ്. അബ്ദുൾ റസാഖിന്റെ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത്, സാമൂഹിക ക്രമത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതെന്ന് തെരുവിൽ സാമൂഹ്യ ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹ്യ നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹിക പ്രശ്നം. ആരുടെ വാക്കുകളാണ്? റോബർട്ട് മെർട്ടൺ ആൻഡ് റോബർട്ട് നിസ്ബെൽറ്റിന്റെ വാക്കുകളാണ് കേട്ടോ. സമൂഹത്തിന്റെ സഹിഷ്ണുതാപരമായ നിലനിൽപ്പിന് ഇല്ലാതാക്കുന്ന തരത്തിൽ വ്യക്തികളുടെ സ്വഭാവ വ്യതിയാന ചലനത്തെ സാമൂഹ്യ പ്രശ്നമായി കണക്കാക്കുന്നു. ലെൻബർഗിന്റെ വാക്കുകളാണ്. സമൂഹത്തിന്റെ സഹിഷ്ണുപരമായിട്ടുള്ള നിലനിൽപ്പിന് ഇല്ലാതാക്കുന്ന തരത്തിൽ വ്യക്തികളുടെ സ്വഭാവ വ്യതിയാന ചലനത്തെയാണ് സാമൂഹ്യ പ്രശ്നമാക്കി കണക്കാക്കുന്നത് പറഞ്ഞത് ആരാണ്? ലെൻബർഗ് ആണെന്നുകൂടി ഓർത്തിരിക്കുക. ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങളെ എനിക്കറിയാം. ഭൂമിയുടെ ജീവിതം ദുഃഖപൂർണമാണെന്നും ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖം കാരണം. അപ്പോ ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം. ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണമാണ്, ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ആരുടെ വാക്കുകളാ? ശ്രീ ബുദ്ധന്റെ വാക്കുകളാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞിട്ടുള്ളത്. പന്ത്രണ്ടംഗൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് SCRT പാഠപുസ്തകം എന്ന് പറയുന്നത് ഏതൊരു PSC പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ SCRT പാഠപുസ്തകത്തെ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ പഴയതും പുതിയതും ഒക്കെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SCRT എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ SCRT പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഫോട്ടോകൾ ഉൾപ്പെടെ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യുക. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ആരുടെ വാക്കുകളാ? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കരിക്കണമെന്ന് നമ്മെ ഭരണത്തിൽ പങ്കാളികളാക്കണം നാം ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മളെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. WC ബാനർജിയുടെ വാക്കുകളാണ്. ഒന്നിച്ചു നിൽക്കാൻ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. റിസ്ലയുടെ വാക്കുകളാണ് കേട്ടോ. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. റിസ്ലയുടെ വാക്കുകളാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ്. മഹാരാഷ്ട്രയിലെ അമൃത്സർ ജില്ലയിൽ രംഗസർ ഗ്രാമത്തിൽ സമ്പന്നർക്ക് പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുകയും സഹായിക്കുകയും വേണം.
മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹ്യ അവസ്ഥ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. അപ്പൊ എന്താണ്? സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇതൊക്കെ ആരുടെ വാക്കുകളാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സ്വാമി വിവേകാനന്ദനാണ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. സ്വാതന്ത്ര്യത്തിന് കുറഞ്ഞ യാതൊന്നും വേണ്ട, ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങൾ ഓരോ ശ്വാസത്തിലും അത് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. സ്വാതന്ത്ര്യത്തിന് കുറഞ്ഞ യാതൊന്നും വേണ്ട, ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒന്നെങ്കിൽ ഞാൻ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾ. വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സമൂഹീകരണം. ഓക്ബേണിന്റെ വാക്കുകളാണ്. വ്യക്തികൾ സമൂഹത്തിൽ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ആരുടെ വാക്കുകളാ? ഓക്ബേണിന്റെ വാക്കുകളാണ്. ഹിന്ദുസ്ഥാൻ അത്ഭുതവളമാക്കുന്ന ഭൂവിഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. ബാർബനാമയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂവിഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. ബാർബനാമയിലുള്ള ഒരു ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമി ഉള്ള മേൽച്ചിൽക്കാരനും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിന്റെ 1/6 ഭാഗം നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. അൽ ബറൂറിന്റെ വാക്കുകളാണ്. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണ അധികാരികൾക്ക് ഭൂമിക്കൊരു മേൽച്ചിൽക്കാരനും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിന്റെ 1/6 ഭാഗം നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. അൽ ബറൂണിയുടെ വാക്കുകളാണ്. വിജയനഗരം എന്ന മഹാനഗരി കിഴക്കു തൂക്കായ മലനിരകൾക്കിടയിൽ നഗരത്തിന്റെ ആകർഷകമായ ഉദ്യാനങ്ങൾ, ഉപവനങ്ങൾ ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞവയാണ്. വിജയനഗരം എന്ന മഹാനഗരി കിഴക്കു തൂക്കായിട്ടുള്ള മലനിരകൾക്കിടയിൽ നഗരത്തിന്റെ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതാണ്. നിക്കോളോ കോണ്ടിയുടെ വാക്കുകളാണ്. ഇന്ത്യ വലിയ ജനസംഖ്യയുള്ള നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. ഇബ്നു ബത്തൂത്തയുടെ വാക്കുകളാണ്. വലിയ ജനസംഖ്യയുള്ള നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവുകൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. ഇബ്നു ബത്തൂത്തയുടെ വാക്കുകളാണ്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരങ്ങളായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആകട്ടെ വലുതും സമ്പന്നവുമായ നഗരം. റാൽഫ് ഫിച്ചിന്റെ വാക്കുകളാണ് കേട്ടോ. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആകട്ടെ വലുതും സമ്പന്നവുമായ നഗരം. റാൽഫ് ഫിച്ചിന്റെ വാക്കുകളാണ്. കാർഖാനകൾ പ്രവർത്തിക്കുക വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണാനുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരനു കീഴിൽ ചിത്രത്തിന് നടത്തുന്നതുവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണിക്കാർ എടുക്കുന്നത് വരെ. ബർണിയറിന്റെ വാക്കുകളാണ്. ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളുടെയും ജനങ്ങളുടെ ജീവിത രീതിക്ക്, വസ്ത്രധാരണ രീതിക്കും ഭക്ഷണ രീതിക്കും ആവശ്യമായ വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും കാര്യം വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ടവർണിയറിന്റെ വാക്കുകളാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതു ഭാഷയിലും സംസാരിക്കാനും എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാനും ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പത്ത് മറ്റു ഭാഷകളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്ര കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്.
അമീർ ഖുസ്രുവിന്റെ വാക്കുകളാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്താ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പത്തിനും മറ്റു രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ പോകുന്നില്ല, മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്ര കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല താനും. ഗാന്ധിജിയുടെ വാക്കുകളാണ് അല്ലെ. നമ്മൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല താനും. ആരുടെ വാക്കുകളാ? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. ഓക്ബേണിന്റെ വാക്കുകളാണ് കേട്ടോ. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. ഓക്ബേണിന്റെ വാക്കുകളാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. മഹാത്മാഗാന്ധി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൺ. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏകഭരണ സംവിധാനമാണ് ജനാധിപത്യം. അമർദാസ് സെൻ. അപ്പോ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. മഹാത്മാഗാന്ധി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൺ. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏകഭരണ സംവിധാനമാണ് ജനാധിപത്യം. അമർത്യ സെൻ. കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് കോട്ട് ഇതാണ്. ഇതിൽ പറയുന്ന എല്ലാ കോട്ടുകളും പഴയ SCERTയുടെയും പുതിയ SCERTയിൽ നിന്ന് നമ്മൾ എടുത്തേക്കുന്നതാണ്. മുഴുവൻ SCERT പാഠപുസ്തകങ്ങളും, പഴയതും പുതിയതുമായിട്ടുള്ള മുഴുവൻ SCERT പാഠപുസ്തകങ്ങളെയും കവർ ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. ഫസ്റ്റ് കോട്ട് ഇതാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തിപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ് കേട്ടോ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ആരുടെ വാക്കുകളാ? എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ്. ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് ആരാ? മഹാത്മാഗാന്ധിയാണ്. നോക്കണേ, ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴില് ഏറ്റവും ദുർബലനും ശക്തനും തുല്യ അവസരം ഉണ്ടായിരിക്കണം. ആരുടെ വാക്കുകളാ അത്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് കേട്ടോ. അടുത്തത്, എന്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുടെ ശത്രുതയിൽ വർദ്ധിച്ച സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഈക്വൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചത് തുസ്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരികളാണിത്. എന്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ച സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹീക്കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധമെടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചത് ഇതിനകത്ത് ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരികളാണ്. അപ്പോൾ ഈ തുസ്കി ജഹാംഗീർ എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പാണ് കേട്ടോ. അതിൽ പറഞ്ഞിട്ടുള്ള വരികളാണ്, അക്ബറിന്റെ വരികളാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത്, കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസങ്ങളില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തോടുകൂടി ശക്തമായും അശക്തരോട് കരുണയോട് പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ അനുശോചന കുറിപ്പ് തയ്യാറാക്കിയത് ജെസ്യൂട്ടി പാദ്രി പിയറി ജാറിക്കാണ് കേട്ടോ. 1605. എന്താണ്? കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെയും തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതപ്പെട്ട ഒരു അനുശോചന കുറിപ്പാണ് കേട്ടോ. തയ്യാറാക്കിയത് ആരാണ്? ജെസ്യൂട്ടി പാദ്രി പിയറി ജാർ. ഒരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മ്യൂറനെന്നോ കീരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ സമത്വം നിറഞ്ഞതാണ്. കൃഷ്ണദേവരായരെ കുറിച്ച് ബർബോസയുടെ വാക്കുകളാണ് കേട്ടോ. അപ്പൊ എന്താണ്? ഏതൊരുവർക്കും യാതൊരു അസ്വാരസ്യമില്ലാതെ ക്രിസ്ത്യനെന്നോ ജൂതനെന്നോ മൂറനെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വവും നിറഞ്ഞതാണ്. കൃഷ്ണദേവരായരെ കുറിച്ച് ബാർബോസയുടെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്.
ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. എന്താണ്? ഡൊമിഗോ പയസിന്റെ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയുടെ വാക്കുകളാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ഇതാണ് ഡൊമിഗോ പയസിന്റെ വിജയനഗരം സന്ദർശിച്ചപ്പോൾ ഉള്ള പോർച്ചുഗീസ് സഞ്ചാരിയുടെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അള്ള, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകൾ ഉണ്ട്, അനവധിയുണ്ട്. പൊന്നുരുക്കി പണിതതാവും വളകൾ, മോതിരങ്ങളും പൊന്ന് താനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. ആരുടെ വാക്കുകളാ? കബീറിന്റെ വാക്കുകൾ. അള്ള, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകൾ അനവധി. പൊന്നുരുക്കി പണിതതാം വളകൾ, മോതിരങ്ങളും പൊന്ന് താനല്ലയോ എന്താണ്, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. ആരുടെ വാക്കുകൾ? അത് കബീറിന്റെ വാക്കുകളാണ് കേട്ടോ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകൻ നേതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രനായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാക്കുകയും രാജ്യത്തെ അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചാനിചിത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എന്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കുന്ന ഇന്ത്യ. ആരുടെ വാക്കുകളാണിത്? മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൽ കൊടുത്തിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് കേട്ടോ അത്. അപ്പൊ എന്താണ്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകൻ നേതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. എന്റെ ദരിദ്രനായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിനും കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യത്തെ അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചാനിചിത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എന്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാവുന്ന ഇന്ത്യ. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ SCRT പാഠപുസ്തകം കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 മുതൽ 10 ക്ലാസ്സുകളിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയുള്ള SCRT പാഠപുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതൊരു PSC പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് SCRT പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ SCRT എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത കോട്ട് നോക്കാം. ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണ്ണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്തിരുന്ന് പതിവായിരിക്കുന്നത്. ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാനുള്ള അധ്യാപകന് കഴിഞ്ഞില്ല. അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന അബ്ദുൽ കലാം, നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയിൽ കുടിച്ചിട്ടുള്ള വരികളാണ് കേട്ടോ ഇത്. ഇത് എവിടെ നിന്നാണ് വേണമെങ്കിൽ ചോദിക്കാം. ഒരു മുസ്ലിം ആണ് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണ്ണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നത്. ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ അധ്യാപകന് കഴിഞ്ഞില്ല. APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. നാടകത്തിന് ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു കല്ല് വന്ന് എന്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എന്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. നിലമ്പൂർ ഐഷയുടെ ജീവിതത്തിനും അരങ്ങിനുമിടയിൽ നടന്ന പുസ്തകത്തിൽ നിന്ന് കുറിച്ചിട്ടുള്ള വരികളാണ് കേട്ടോ ഇത്. എന്താണ്? അക്കാല നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയിക്കുന്ന രംഗത്തേക്ക് വരുന്നത് മോശമായിരുന്നു, സമൂഹം വിശ്വസിച്ചിരുന്നു. നാടകത്തിന് ഡയലോഗ് പറഞ്ഞു തീരുന്ന മുമ്പേ ഒരു കല്ല് വന്ന് എന്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എന്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. നിലമ്പൂർ ഐഷയുടെ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആയിരിക്കണം. ആരുടെ വാക്കുകളാണ്? ശ്രീ നാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആയിരിക്കണം. ശ്രീ നാരായണ ഗുരുവിന്റെ വാക്കുകൾ. എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടേണ്ടതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കലാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിന്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളയും തുണിക്ക് ആവശ്യമായ പരുത്തിയുടെയും വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്ക് കുട്ടികൾക്കും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയെടുക്കാൻ ഉപയോഗിക്കണം.
ഹരിജൻ എന്ന് പറയുന്നതിനകത്ത് ഗാന്ധിജി സാഹിത്യ സംഗ്രഹത്തിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ള വാക്കുകളാണ് കേട്ടോ ഇത്. എന്താണ് കൊടുത്തിരിക്കുന്നത്? എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് എങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക് ആണ്. അതിനാൽ ഓരോ ഗ്രാമത്തിന്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളയും തുണിക്ക് ആവശ്യമായ പരുത്തിയുടെയും വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിറക്കുകയും ഉപയോഗിക്കാം എന്ന് ഗാന്ധിജി തന്റെ ഹരിജനിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. 26/7/1942 ഈ വാക്കുകൾ വന്നിട്ടുള്ളത്. എന്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ ആദ്യ ദിവസം എന്റെ ടീച്ചർ മിസ് എഡ്ഗേൺ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാലയത്തിന് ബ്രിട്ടീഷ് പക്ഷാത്യം കാരണമായിരുന്നു. അന്ന് മിസ് എഡിസൺ ഗേൾ എന്നോട് പറഞ്ഞു, എന്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ട് ഈ പ്രത്യേക പേര് എനിക്കറിയില്ല. നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡം 1994 ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വരികളാണ് കേട്ടോ. അപ്പൊ ആരുടെ ബന്ധപ്പെട്ടതാണ്? നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് കേട്ടോ. എന്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ ആദ്യ ദിവസം എന്റെ മിസ് എഡ്ഗേൺ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ അത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബ്രിട്ടീഷ് പക്ഷപാത്യം കാരണമായിരുന്നു. അന്ന് മിസ് എഡ്ഗേൺ എന്നോട് പറഞ്ഞു, എന്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ട് ഈ പ്രത്യേക പേര് എനിക്കറിയില്ല. ആരുടെ വാക്കുകളാ? നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഒരു ആഫ്രിക്കക്കാരൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരന്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും ആഫ്രിക്കന്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അല്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവന്റെ വളർച്ചയും തടത്തുകയും അവന്റെ കഴിവുകളെ കെടുത്തുകയും അവന്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്നു. ക്രൂരമായ വംശീയ നിയമങ്ങളെ ചട്ടങ്ങളും അവന്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുകയും അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരന്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കാന്റെ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും ആഫ്രിക്കക്കാരന്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതിലല്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവന്റെ വളർച്ചയിലും തളർത്തുകയിലും അവന്റെ കഴിവുകളെ എടുത്തുകയും അവന്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്നു. ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവന്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡം 1994 ഇത് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ആരുടെ വാക്കുകളാണിത്? നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്തെ വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെന്റ് ന്യായമായ അധികാരം അവകാശപ്പെടാനില്ല. സ്വാതന്ത്ര്യ ചാർട്ടിന്റെ പ്രാരംഭ വാക്കുകളാണ്. ആരുടെ വാക്കുകളാണിത്? നെൽസൺ മണ്ടേല പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഗവൺമെന്റ് ന്യായമായ അധികാരം അവകാശപ്പെടാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ഒരാൾ ബുദ്ധമത സന്യാസത്തിൽ അംഗമാകുന്നതോടെ അയാളുടെ ജാതിയും പദവിയും കുടുംബവും മറക്കുന്നു. അപ്പൊ നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ഒരാൾ ബുദ്ധമത സന്യാസത്തിൽ അംഗമാകുന്നതോടെ അയാളുടെ ജാതിയും പദവിയും കുടുംബവും മറക്കുന്നു. ആരുടെ വാക്കുകളാ? ശ്രീബുദ്ധന്റെ വാക്കുകളാണ് കേട്ടോ. നഗരത്തിലേക്കോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലൻ ഒരു മരപ്പലകയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കിയിരുന്നു. ഇവരുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കി മേൽജാതിക്കാർക്ക് മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ പാഹിയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സഞ്ചാരിക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. നഗരത്തിലേക്കോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലൻ ഒരു മരപ്പലകയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കിയിരുന്നു. ഇവരുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കി മേൽജാതിക്കാർക്ക് മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും.
ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ആരുടെ വാക്കുകളാ? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. 2 കാരണങ്ങളാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യ എന്റെ ജന്മഭൂമിയാണ്. ജന്മനാടിനെ സ്നേഹിക്കുക എന്നത് ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. രണ്ടാമതായി, ഇന്ത്യ ഒരു സുന്ദര ലോകമാണ്. ഒരു വർഷം മുഴുവൻ പൂക്കളും ഹരിതാഭയും നിറഞ്ഞതാണ് ഇവിടത്തെ ഭൂപ്രകൃതി. അപ്പോ 2 കാരണങ്ങളാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യ എന്റെ ജന്മഭൂമിയാണ്. ജന്മനാടിനെ സ്നേഹിക്കുക എന്നത് ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ്. രണ്ടാമതായി, ഇന്ത്യ ഒരു സുന്ദര ലോകമാണ്. വർഷം മുഴുവൻ പൂക്കളും ഹരിതാഭയും നിറഞ്ഞതാണ് ഇവിടത്തെ ഭൂപ്രകൃതി. അമീർ ഖുസ്രുവിന്റെ വാക്കുകളാണിത്. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. സ്കൂളുകളിലും ആരോഗ്യ രക്ഷാ പ്രവർത്തനങ്ങൾ, കൂടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല. എന്നും സ്വന്തം രീതിക്കനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്ന് നാം എപ്പോഴും ഓർമ്മിക്കണം. അപ്പോ പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. ഇവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. സ്കൂളുകളിലും ആരോഗ്യ രക്ഷാ പ്രവർത്തനങ്ങളും കുടിൽ വ്യവസായങ്ങളും എന്നിങ്ങനെ പലതും ആവശ്യമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല. എന്നും സ്വന്തം രീതിക്കനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്ന് നാം എപ്പോഴും ഓർമ്മിക്കണം. ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് കേട്ടോ. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്തമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാവൂ. പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെ സമത്വത്തിലേക്ക് ഉയർത്തുന്നവനാണെങ്കിലും അതിന് ഒരേ ഒരു പോംവഴി ഇതാണ്: നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക, കൊണ്ടുവന്നേ മതിയാവൂ. പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെ സമത്വത്തിലേക്ക് ഉയർത്തുന്നതിനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി തന്നെ: നിലവിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകി മാത്രമാണ്. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നോക്ക വിഭാഗ ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെ സമത്വത്തിലേക്ക് ഉയർത്തിവനാണെങ്കിലും അതിന് ഒരേ ഒരു പോംവഴി ഇതാണ്: നിലവിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം. ജസ്റ്റിസ് VR കൃഷ്ണനയ്യരുടെ വാക്കുകളാണ് കേട്ടോ. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം. ജസ്റ്റിസ് VR കൃഷ്ണനയ്യരുടെ വാക്കുകളാണ്. അടുത്തത്, എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാർത്തി പരിഹരിക്കാൻ അത് തികയില്ല. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാർത്തി പരിഹരിക്കാൻ അത് തികയില്ല. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ബ്രിട്ടൻ ലാൻഡ് കമ്മീഷനിൽ വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പൂർണ്ണ കിട മത്സര കമ്പോളത്തിൽ അസന്തുലിത അവസ്ഥ സംഭവിക്കുമ്പോൾ ഒരു അദൃശ്യകരം ഇടപെടുമെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക വിദഗ്ധനാണ് ആഡം സ്മിത്ത്. പൂർണ്ണകിട മത്സര കമ്പോളത്തിൽ അസന്തുലിതാവസ്ഥ സംഭവിക്കുമ്പോൾ ഒരു അദൃശ്യകരം ഇടപെടുമെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ആഡം സ്മിത്ത് ആണെന്ന് ഓർക്കുക കേട്ടോ. അന്തരീക്ഷം ആകെ ചുമന്ന് കലങ്ങിയിരിക്കുന്നു. ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല. പകരം ഞങ്ങൾ ഓടിയിടത്ത് ഒരു വലിയ മല രൂപക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറി വരച്ചതുപോലെ. ആടുജീവിതം, ബെന്യാമിന്റെ വാക്കുകൾ, ആടുജീവിതത്തിലെ ബെന്യാമിന്റെ വാക്കുകളാണ് കേട്ടോ. അന്തരീക്ഷമാകെ ചുമന്ന് കലങ്ങിയിരിക്കുന്നു. ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല. പകരം ഞങ്ങൾ ഓടിയ ഇടത്ത് വലിയ മല രൂപം കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറി വരച്ചതുപോലെ. ആരുടെ വാക്കുകളാണ്? ആടുജീവിതത്തിലെ ബെന്യാമിൻ എഴുതിയിട്ടുള്ള വാക്കുകളാണ്. സ്വാതന്ത്ര്യ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ SCERT പാഠപുസ്തകത്തിലെ കോട്ടുകളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ മുഴുവൻ പഴയതും പുതിയതുമായിട്ടുള്ള SCERT കോട്ടുകളെല്ലാം തന്നെ നോക്കി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഉറപ്പായിട്ടും PSC ചോദ്യങ്ങൾ ഉണ്ടാവും. ആ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ SCERT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോട്ടുകൾ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആണ്. പാർക്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. SCERT എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കരിയർ കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിന്റെ, കരിയർ കാറ്റഗറി 3 and 2 സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും HSAയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും
പ്രീ പ്രൈമറിയുടെയും ഒക്കെ നമ്മുടെ ലഭ്യമാണ് കേട്ടോ. അതുപോലെ മിഷൻ LPUP 2026-27 സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.